വാർത്തകൾ തുടരുന്നു. വയനാട്ടിൽ വിശ്വാസം മറയാക്കി ആദിവാസി സ്ത്രീയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തതായി പരാതി. തിരുനെല്ലി സ്വദേശിയായ 40-കാരി മാനന്തവാടി ഡിവൈഎസ്പിക്ക് പരാതി നൽകി. മാനസികാസ്വാസ്ഥ്യമുണ്ടായിരുന്ന തന്നെ നാട്ടുകാരനായ പ്രതി നിരന്തരം ലൈംഗികമായി ഉപദ്രവിച്ചെന്ന് യുവതി മീഡിയ വണ്ണോട് പറഞ്ഞു. സ്വാമിയുടേതെന്ന് പറഞ്ഞ് ജപിച്ച ചരട് കയ്യിൽ കെട്ടി ഭീഷണിപ്പെടുത്തി. നേരത്തെ പോലീസിൽ വിവരമറിയിച്ചിട്ടും നടപടിയെടുത്തില്ലെന്നും പോലീസ് ഒത്തുതീർപ്പ് ആവശ്യപ്പെട്ടെന്നും യുവതി പറഞ്ഞു. അപ്പോൾ ഇയാൾ കർണാടകയിലെ ഒരു സ്വാമിയുമായി ബന്ധമുള്ള ആളാണ്. അപ്പോൾ പിന്നെ ഇയാൾ വന്നത് ഈ ചരടും എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ ചരട് കെട്ടിയാൽ ഇതിൻ്റെ ഈ രോഗമെല്ലാം മാറിക്കോളും, മരുന്നൊന്നും കഴിക്കണ്ട, മരുന്ന് കഴിക്കാണ്ട് തന്നെ ഈ രോഗം മാറ്റിത്തരും എന്നെല്ലാം പറഞ്ഞ് എന്നെ മരുന്ന് നിർത്തി. പിന്നെ അങ്ങനെ ഇയാൾ നിരന്തരം എന്നെ പീഡിപ്പിക്കുകയോ ലൈംഗികമായിട്ട് രാത്രിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്കെല്ലാം 2 ആഴ്ച കൂടുമ്പോഴോ ആഴ്ച കൂടുമ്പോഴെല്ലാം വരും. പിന്നെ സ്വാമീൻ്റെ പേരും പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തും. ആരടുത്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ നേരെ നീ പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്താൽ പിന്നെ നീ ഭൂമുഖത്തുണ്ടാവില്ല, നീ ഭൂമിയിലേ കാണൂല. ഒരു സ്ത്രീയെ എത്ര ക്രൂരമായിട്ട് പീഡിപ്പിക്കാവോ അത്രയ്ക്ക് മാത്രം ക്രൂരമായ രീതിയിൽ ഒരു മനുഷ്യൻ പീഡിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ അവരെ പറഞ്ഞ് പേടിപ്പിച്ച് മറ്റുള്ള ആളുകളായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ച് അവർക്ക് മയക്കുമരുന്നുകളും കൊടുത്ത് മറ്റ് സ്വാമിയുടെ കർണാടകത്തിലുള്ള ഏതൊരു സ്വാമിയുടെ പ്രസാദമാണെന്ന് പറഞ്ഞ് മയക്കുമരുന്നുകളും മറ്റു വിഷയങ്ങളൊക്കെ കൊടുത്ത് അവരെ തളർത്തിയിട്ട് അവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലത്തോളം. അതിനുശേഷം അവരുടെ മക്കളോടൊക്കെ പറയുകയും ചെയ്ത് മക്കളൊക്കെ അറിഞ്ഞ ശേഷം കഴിഞ്ഞ വർഷം 2024 ജൂൺ മാസം ഇവർ തിരുനെല്ലി സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. തിരുനെല്ലി സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ അത് അന്നത്തെ പോലീസുകാരും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനങ്ങളൊക്കെ വെച്ചിട്ട് ഈ പരാതി പിൻവലിപ്പിക്കുകയും ഒരു ഒത്തീർപ്പാക്കുകയും ചെയ്തു. അനീസ് അലി വിശദാംശങ്ങൾ നൽകും. അനീസ്, എന്താണ് കേസിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് പോലീസ് ഒരു നടപടി സ്വീകരിക്കാതിരുന്നത്? സൈഫുദ്ദീൻ, ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ഈ യുവതിയുടെയും അതുപോലെ മനുഷ്യാവകാശ പ്രവർത്തകരുടെയും ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഇന്നാണ് പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നത്. അതിന് നേരത്തെ പരാതി നൽകിയിരുന്നു, പക്ഷേ പോലീസ് കാര്യമായി അന്വേഷിച്ചില്ല എന്ന് ഇവർ ആരോപിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് തിരുനെല്ലി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നത് ഉറപ്പായിട്ടുണ്ട്. FIR ഇട്ടിട്ടുണ്ട്, പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു വർഷത്തോളം മാനസികമായി അടിമയാക്കി വെച്ചുകൊണ്ട് ഇദ്ദേഹം ഉപദ്രവിക്കുകയായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർക്ക് ഒരു നമ്മളോടിപ്പോൾ സംസാരിച്ച യുവതിക്ക് മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണ്. അവർ ഭർത്താവ് ഉപേക്ഷിച്ച ആളാണ്. 15 വർഷം മുമ്പ് ഭർത്താവ് ഉപേക്ഷിച്ചു. 3 മക്കളുള്ളൊരു യുവതിയാണ്. ഇവരെ ഈ അസുഖം മാറ്റാൻ വേണ്ടി മന്ത്രവാദത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇദ്ദേഹം പീഡിപ്പിച്ച ആൾ ആദ്യം ചെയ്തത്. മന്ത്രവാദം, ഒരു സ്വാമിയുണ്ട്, സിദ്ധനാണ്, അദ്ദേഹത്തിൻ്റെ ചരട് കെട്ടിയാൽ ഈ അസുഖം മാറും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരു മാനസികാസ്വാസ്ഥ്യവും കാണിക്കാത്ത വലിയ നല്ല രീതിയിൽ തന്നെയാണ് അവർ പെരുമാറുന്നതും സംസാരിക്കുന്നതും. പക്വതയോടുകൂടി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. കാര്യങ്ങൾ ചോദിക്കുന്നതിന് നമ്മളിങ്ങനെ ഒരു അനുഭവമുള്ള ആളാണ്, ഒരു മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണ് എന്ന് അവർ തന്നെയാണ് നമ്മോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് മുന്നിൽ വെച്ചുകൊണ്ട് പോലും നമ്മൾ ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ വളരെ പക്വതയോടുകൂടിയാണ് അവർ നമ്മോട് സംസാരിച്ചത്. ആരോഗ്യവതിയാണ്. എന്തായാലും അവർ പറയുന്നത് മാനസികാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു മുമ്പ്, അത് ചികിത്സിച്ച് ഭേദമാക്കാൻ എവിടെയെങ്കിലും ശാസ്ത്രീയമായ ചികിത്സക്ക് പോകുന്നതിന് പകരം ഇദ്ദേഹം മന്ത്രവാദത്തിലേക്ക് തന്നെ പ്രേരിപ്പിക്കുകയായിരുന്നു. ഇങ്ങനെ കർണാടകത്തിൽ സിദ്ധിയുള്ള ഒരു സ്വാമിയുണ്ട്, അദ്ദേഹത്തിൽ നിന്ന് വരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മരുന്നും അതുപോലെ തന്നെ ചരടും ഈ ചരട് കെട്ടിയാൽ എനിക്ക് വലിയ അസ്വസ്ഥതകൾ, മാനസികമായി വലിയ പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അതേ തുടർന്ന് അദ്ദേഹം പറഞ്ഞത്, ഒരു പുരുഷനെയും തൊടാൻ പാടില്ല, അതുപോലെ തന്നെ സ്ത്രീകളിൽ നിന്നാണെങ്കിൽ തന്നെ അധിക നേരം നിന്ന് സംസാരിക്കരുത്, ഉള്ളു തുറന്ന് സംസാരിക്കരുത്. മാത്രമല്ല തൻ്റെ ഈ പേഴ്സണൽ കാര്യങ്ങൾ അദ്ദേഹം ഉപദ്രവിക്കുമായിരുന്നു, പീഡിപ്പിക്കുമായിരുന്നു, ശാരീരികമായി ലൈംഗികമായി ഒക്കെ ഉപദ്രവിക്കുമായിരുന്നു. ഈ കാര്യങ്ങൾ മറ്റാരെങ്കിലും അറിഞ്ഞാൽ അതോടെ മരണമുണ്ടാകും എന്ന രൂപത്തിൽ ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തോളം. അതിനുശേഷം ഇവർ ഗതികെട്ടതിന് ശേഷം ഇപ്പോൾ ഏറ്റവും അവസാനം ഈ മനുഷ്യൻ, ഇവരെ പീഡിപ്പിക്കുന്ന മനുഷ്യൻ ഇവരോട് പറഞ്ഞത്, സ്വാമി പറഞ്ഞിട്ടുണ്ട്, നിന്നെ കൊന്നുകളയാൻ പറഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടിയാണ് ഇവർക്ക് നിലവിട്ടു പോകുന്നത്. താൻ എന്തിനു മരിക്കണം, തന്നെ എന്തിനു കൊല്ലണം എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നു. അതറിയില്ല, സ്വാമിയോട് ചോദിക്കൂ എന്ന് പറയുന്നു. സ്വാമിയുടെ നമ്പർ കൊടുക്കാൻ പറഞ്ഞിട്ട് നമ്പർ കൊടുക്കുന്നില്ല. ഇങ്ങനെ വലിയ അസ്വസ്ഥത ദിവസങ്ങളോളം മനസ്സിൽ കൊണ്ട് നടന്നതിന് ശേഷമാണ് ഇവർ സ്വന്തം മകളെ വിളിച്ചുകൊണ്ട്, 23 വയസ്സുള്ള വിവാഹം കഴിഞ്ഞ മകളാണ്, അവരോട് ഈ കാര്യം പറയുന്നു. ഞാൻ ഏതായാലും മരിക്കും, തന്നെ കൊല്ലുമെന്ന് അറിയിച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാവാതെ നോക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യം ആദ്യമായി മക്കളെ അറിയിക്കുന്നത്. അതോടെയാണ് ഈ കാര്യം പുറത്തറിയുന്നത്.
പിന്നീട് ഈ മകൾ വഴിയാണ് മനുഷ്യാവകാശ പ്രവർത്തകരെ ബന്ധപ്പെടുന്നതും അതിനുശേഷം പോലീസിൽ പരാതി നൽകുന്നതും. തിരുനെല്ലി പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. SMS ആദിവാസി വിഭാഗത്തിന് നേരെയുള്ള അതിക്രമങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക വിഭാഗം SMS-ലും ഈ പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും പോലീസ് ഊർജിതമായി തന്നെ നിലവിൽ അത് അന്വേഷിക്കുന്നുണ്ട്. മുമ്പൊരിക്കൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതെന്തുകൊണ്ട് അന്വേഷിക്കപ്പെട്ടില്ല എന്നും ആ പരാതി പിൻവലിക്കപ്പെടുകയാണ് ഉണ്ടായിരുന്നത്, ഒത്തുതീർപ്പാവുകയായിരുന്നു എന്നൊക്കെ അറിയുന്നുണ്ട്. അതിൻ്റെ വസ്തുത നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലായിട്ടില്ല. എന്തായാലും തിരുനെല്ലി സ്റ്റേഷനിൽ ഇന്ന് പരാതി ലഭിച്ചിട്ടുണ്ട് എന്നും ഗൗരവത്തോടു കൂടിയാണ് ഇത് കാണുന്നത് എന്നുമാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. പ്രതിക്കായുള്ള അന്വേഷണവും തെരച്ചിലും ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.